എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ മമ്പലം ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. ഇന്ന് രാവിലെ 8:30 മണിയോട് കൂടിയിട്ട് ഈ ക്ഷേത്രത്തിന്റെ വലിയ ഒരു ആചാരപരമായ ഒരു പ്രൗഢിക്കൊത്ത രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള ആല് രാവിലെ ഒരു 8:30 മണിയോടുകൂടി കടപുഴകി വീണു എന്ന വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു ആലാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ പ്രാധാന്യമുള്ള പയ്യന്നൂരിലെ വളരെ പ്രശസ്തമായ ഒരു ആരാധനാലയമാണ് ശ്രീ മമ്പലം ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ പ്രൗഢിക്കൊത്ത രീതിയിൽ ഇവിടെ മുഴുവൻ തണലൊരുക്കിയിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു വലിയ ആലാണ് പൊടുന്നനെ ഇവിടെ വീണിട്ടുള്ളത്. ആ കാഴ്ചയാണ് പ്രേക്ഷകരുമായിട്ട് പച്ചവെളിച്ചം പങ്കുവെക്കുന്നത്. ഇത് ഏറെ സങ്കടകരമായ ഒരു കാഴ്ച എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികൾക്ക് വേറൊരു തലത്തിൽ, വിശ്വാസികൾക്ക് മറ്റൊരു തലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇത്തരം ആലുകളൊക്കെ. ആ ആലിന്റെ വീണ ഒരു കാഴ്ചയാണ്, ഒരു സങ്കടകരമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് വലിയൊരു അപകടം. രാവിലെ ആണെങ്കിൽ ഇവിടെയൊക്കെ ധാരാളം ആളുകളൊക്കെ ഉണ്ടാകും, കുട്ടികളൊക്കെ ഇവിടെ നിന്ന് കളിക്കാറുണ്ട്, ചെറിയ കുട്ടികളൊക്കെ കളിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഇവിടെ വരുത്താതെ തന്നെ ഈ ആല് ചെരിഞ്ഞ് നിലം പതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങൾ, ഒരു വലിയ വൻമരം വീഴുമ്പോൾ ഉണ്ടാവുന്ന ചില നഷ്ടങ്ങളുണ്ടല്ലോ, അങ്ങനെ പറയാറില്ലേ, ആ ഒരു നഷ്ടം ഇവിടെ ഈ കെട്ടിടങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് വലിയ അപകടമില്ലാതെ ഈ ആല് ചെരിഞ്ഞു ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഇവിടെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട്, ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആലിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ ഇതിന്റെ ഒരു വീഴ്ച വിശ്വാസികളിൽ വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആചാര സ്ഥാനങ്ങൾ ആണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. അത് വിശ്വാസ പ്രമാണത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓരോ കാവുകളിലും ക്ഷേത്രങ്ങൾക്കും ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ പ്രകൃതി നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എന്ന കാര്യവും നമ്മൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കാവുകൾക്കുള്ള പ്രാധാന്യം നമ്മുടെ പരിസ്ഥിതിയിൽ എത്രത്തോളം വലുതാണ് എന്ന കാഴ്ചയും നാം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. കണ്ടില്ലേ നിങ്ങൾ ഇതിന്റെ ഒരു കാഴ്ച? ഇതൊരു നല്ലൊരു കാഴ്ച ആയിട്ടല്ല പച്ചവെളിച്ചം ഇതിനെ കാണുന്നത്. ഇത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് വിശ്വാസികളെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടുന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടെ കളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ ഇത് പൊരിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള അപകടം നമുക്ക് ഉണ്ടാകുമായിരുന്നു എന്ന കാര്യവും നാം കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ക്ഷേത്രത്തിന്റെ നഷ്ടവുമില്ല. ക്ഷേത്രത്തിന്റെ അനുബന്ധിച്ചിട്ട് ഇവിടെ കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ വരുത്തിയിട്ടില്ല. ഇത് ക്ഷേത്രത്തിനകമാണ്. ഏറെ ഇത് അറിഞ്ഞിട്ട് വന്നിരിക്കും അല്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ മുറിച്ചു മാറ്റുന്നുണ്ടോ? അതെ അല്ലേ, ഇപ്പൊ മുറിച്ചു മാറ്റുന്നുണ്ട് അല്ലേ? ലൈവാണ്, അതുകൊണ്ടാ. ഇതെല്ലാം മുറിച്ചു മാറ്റം ദിനേശനാണ്. ദിനേശൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിന് വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് ഈ കാഴ്ചയിലേക്ക്. വില്ലേജ് ഓഫീസറെ എന്നാണ് ഇവിടെ എത്തിയിട്ട്? ലൈവാണേ. അന്നേരം മുട്ടി വീണിട്ടുണ്ട്. ഇപ്പം അമ്പലത്തിന്റെ പഠിപ്പുര പറഞ്ഞിട്ട് കാണുന്നുണ്ട്. കാരണം അമ്പലത്തിൽ താമസിക്കുന്ന വീടിന് ധനസഹായങ്ങൾ പ്രകൃതിക്ഷോഭത്തിലുണ്ട്. അമ്പലത്തിന്റെ കാര്യത്തിൽ നിന്നാണ് റിപ്പോർട്ട് കാസർഗോഡ് കൊടുക്കാം. ഇത് പ്രകൃതിക്ഷോഭം എന്ന രീതിയിൽ തന്നെ? അതെ, പ്രകൃതിക്ഷോഭത്തിൽ തന്നെ. പക്ഷെ താമസിക്കുന്ന വീടുകൾക്ക് നാശനഷ്ടത്തിന് ആണ് സാധാരണ കിട്ടാറ്. ഇത് അമ്പലത്തിന്റെ മുകളിൽ ഏതാണെന്നുള്ളത് റിപ്പോർട്ട് കൊടുക്കാം. വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല, അതാണ് വലിയ അല്ലേ? അതന്നെയാണ് വലിയ കാര്യം. ഇതാണ് ചെറിയ കണ്ടില്ലേ, ഇത് വീണിട്ട് വലിയൊരാളാണ് അറിയില്ല. എന്നാലും ഇത് വീണിട്ട് ഇവിടുത്തെ
ഇവിടുത്തെ അനുബന്ധമായ പിന്നെ ക്ഷേത്രത്തിന് അനുബന്ധമായ ഒരു കെട്ടിടമാണ്. അതിനൊരു പിന്നെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിന് തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് വണ്ണാരപ്പുരയാണെന്ന് തോന്നുന്നു. വണ്ണാരപ്പുര അല്ലേ അല്ലേ? ആ, എന്താണ് പറയാനുള്ളത്? എന്നാണ് സംഭവം? ലൈവാണ്, പറഞ്ഞോ. ആ, പറയാൻ ബിൽഡിങ്ങിന് ഓഡിറ്റോറിയത്തിന് ഒരുപാട് കേടുപാട് വന്നിട്ടുണ്ട്. വണ്ണാരപ്പുരന്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പൊളിച്ചാൽ 10 ലക്ഷം റുപ്യന്റെ ബഡ്ജറ്റ് ഇത് വണ്ണാരപ്പുര ആ ഓഡിറ്റോറിയം ഫുള്ളായിട്ട് സൈഡ് പോയിട്ടുണ്ട് അല്ലേ? ബിൽഡിംഗ് പൊട്ടിപ്പോയി. ആ, ബാർപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്. ഞെടുക്കാൻ വന്നു. പിന്നെ ബീമെല്ലാം ക്രാക്ക് കൊണ്ടുണ്ട് അതിന്റെ ഓഡിറ്റോറിയത്തിന് അല്ലേ? ആ, മുറിച്ച് മാറ്റിയാൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ. അതെ 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 അതൊരു ലൈവ് എന്ന രീതിയിൽ വാർത്ത ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പിന്നെ ഭാരവാഹികളായ ആൾക്കാരുണ്ടോ? ഉണ്ടല്ലേ? ആയിക്കോട്ടെ. ഇതാണ് ഇതിന്റെ കാഴ്ച. നമുക്ക് അപ്പുറത്തൊന്നും പോയി നോക്കാം. ഇവിടെ വണ്ണാരപ്പുരയിൽ സാരമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു ആൽമരമാണ്. അത് വീഴുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടം അതല്ല. ഈ ക്ഷേത്രം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആലാണ് കടപുഴകി വീണിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇതിന്റെ പിന്നെ ഭാരവാഹികൾക്ക് പറയാനുള്ളതെന്ന് തേടാം. എന്താണ് സന്തോഷേ, എന്താണ് പറയാനുള്ളത്? ലൈവാണ്. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇതിന്റെ ഞാൻ വികസന സമിതിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ മുമ്പലം ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആലാണ് ഇന്നിവിടെ വലിയ രീതിയിലുള്ള അപകടമൊന്നും ഇല്ലാത്ത രീതിയിൽ പൊട്ടി വീഴുന്നിട്ടുള്ളത്. ഇവിടെ സാധാരണ ശനി ഞായർ ദിവസങ്ങളിൽ കരാട്ട ക്ലാസ്സുകൾ 40ഓളം കുട്ടികളെ വെച്ച് കരാട്ട ക്ലാസ് നടക്കുന്നുണ്ട് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഇന്നെന്തോ ക്ലാസ് വൈകുന്നേരം ആയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിഞ്ഞു കിട്ടിയെന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള ആല് നമ്മുടെ ഈ പരിസര പ്രദേശത്തിന് ഇനി ഇല്ലാതെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ആർത്തത്തിൽ വലിയ നഷ്ടമാണ് അല്ലേ? വലിയ നഷ്ടമാണ്. അപ്പോൾ അങ്ങനെയില്ല എന്ന് പറയേണ്ടത് നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രൗഢി തന്നെ ഉയർത്തി കാണിക്കുന്ന ഒരു ആലായിരുന്നു ഇത്. ആലാണ് നമുക്കിന്ന് നിലം പരിചയമായത്. ഇതില് പിന്നെ അങ്ങനെ അപകട സൂചന തോന്നിയിരുന്നോ? ഇല്ല, ഇതുവരെ അങ്ങനെയുള്ള ഒരു അപകട സൂചന ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ കുട്ടികളെ കളിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയായി. 9 മണിയോട് കൂടിയിട്ട് ഇപ്പൊ കുട്ടികൾ ഇവിടെ കളിക്കാൻ വരും. ഒരു ആലിന്റെ മരത്തിൽ നമുക്ക് രാവിലെ മുതൽ ഫുട്ബോളും മറ്റു കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അല്പം ഇത് നേരത്തെ ഒരു 8:30 ആയതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിഞ്ഞ് മാറിപ്പോയത്. അത് ശരി. അല്ലേ? പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ് ഓഫീസറൊക്കെ എത്തിയിട്ടുണ്ട്. MLA വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുനിസിപ്പൽ ചെയർമാനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കൗൺസിലർ M പ്രസാദും ശാരിക ടീച്ചറും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ബഹുജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ പിന്നെ ഇത് ഭരണസമിതി അംഗങ്ങളാണ്. കമലേട്ടൻ, പിന്നെ മുൻ ഭരണസമിതി അംഗം വിജയേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പരിസരത്ത് സജ്ജി, എല്ലാവരും നമ്മുടെ ക്ഷേത്രമായിട്ട് വളരെ നല്ല രീതിയിൽ. അതെ, മമ്പല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ജാതിയുടെ ക്ഷേത്രമായിട്ട് കാണുന്നതല്ല, മറിച്ച് പറഞ്ഞാൽ എല്ലാവരും രീതിയിൽ കാണേണ്ട ഒരു ക്ഷേത്രങ്ങളാണ്. ഒരു കൂട്ടായ്മയോടുള്ള എല്ലാവരും. അതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അത് പിന്നെ ഇതിനൊരു വലിയ ഒരു പ്രയാസം തന്നെയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ പ്രയാസം തന്നെയാണ് കാണാൻ വേണ്ടിട്ട്. നമുക്ക് കുട്ടികളൊക്കെ കളിക്കണം എന്നെല്ലാം പറയുമ്പോൾ വലിയ രീതിയിലുള്ള മറ്റു എനി ടൈം ഇവിടെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു വലിയ തണല്. അതെ, നമ്മുടെ നാടിന്റെ ഒരു തണൽ നഷ്ടപ്പെട്ടു തന്നെ. അതാണ് അതിന് ആപ്റ്റായ വാക്ക്. ആയിക്കോട്ടെ, ഞാൻ നോക്കട്ടെ. അതാണ് ശരി. കാരണം എന്താ വെച്ചാൽ ഓരോ വൻമരങ്ങളും നമ്മുടെ നാട്ടിന്റെ തണലാണ്. അതിന്റെ പ്രാധാന്യം കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ പിന്നെ വിലയറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നെ ഇതില്ലാണ്ടാവുമ്പോഴാണ് ഇതിന്റെ ഒരു പിന്നെ പ്രയാസം എത്രത്തോളം ഭയാനകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ആ അർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പിന്നെ ആലാണ് ഇന്ന് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിന് പിന്നെ മുകളിലുള്ള കുറച്ച് ഒരു കെട്ടിടം ഉണ്ടല്ലോ നിങ്ങൾ, ഇതിന് വലിയ രീതിയിൽ ഓഡിറ്റോറിയത്തിന് വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ രാവിലെയൊക്കെ കുട്ടികൾ ഇവിടെ കളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ ഇന്നത്തെ അവരുടെ കരാട്ട പരിശീലനം ഇവിടെ വെച്ചിട്ടാണ്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കരാട്ട പരിശീലനം എന്നാണ് ഇതിന്റെ ഭാരവാഹി പറഞ്ഞിട്ടുള്ളത്. അത് വൈകുന്നേരമാക്കിയത് കൊണ്ട് ഏതായാലും അത് വലിയൊരു ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ട് എന്നതും കാണാതിരിക്കുന്നില്ല. വില്ലേജ് ഓഫീസർ മുകളിൽ പോയി നോക്കിയാ ഓക്കെ. കുറച്ച് എത്ര സമയം വേണ്ടിയിട്ട് ഇതൊക്കെ മുറിച്ചു മാറ്റണമെങ്കിൽ? വലിയ ആലല്ല അല്ലേ? ഇന്ന് മുറിക്കുന്നുണ്ടോ? ആയിക്കോട്ടെ, നോക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ? ഓക്കെ. ഇത് ഓഡിറ്റോറിയത്തിന് മുകളിൽ നിന്ന് ഇതിന്റെ ഒരു കാഴ്ച നമുക്ക് നോക്കാം. ഇത് സങ്കടം തന്നെയാണ് കേട്ടോ. പച്ച വെളിച്ചത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പച്ച എന്ന ഒരു വാക്കിൽ തന്നെ
അത് വീട്ടുപേരാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പച്ചയോട് അതുപോലെ തന്നെ പ്രകൃതിയോട് ഏറെ ഇഷ്ടമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ ഇതാ അടി പൊട്ടിയിട്ടാണ്, അതിൻ്റെ പഴക്കം കൊണ്ടാണെന്ന് അറിയില്ല. കണ്ടില്ലേ ഇതാ എൻ്റെ കാഴ്ച, മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ പിന്നെ വീണ ഓഡിറ്റോറിയമാണ്, ഇതും അമ്പലക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഏതായാലും വലിയ 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 ആലാണ്. നല്ല ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള, ഈ നാടിനാകെ കുളിർമയുള്ള, നമ്മുടെ ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ തണൽ പകരുന്ന ഒരു വലിയൊരു ആലിൻ്റെ ഒരു വീണ കാഴ്ച ആണ് പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ എന്തൊക്കെ ചരിത്രം, പിന്നെ ആചാരപരമായിട്ടൊരു പ്രാധാന്യമുണ്ട്, അതുപോലെ എന്തൊക്കെ ചരിത്രം പറയാനുണ്ടാവും ഈ ചെരിഞ്ഞു വീണിട്ടുള്ള ഈ ആലിന്. അതിൻ്റെ വീഴ്ചയിൽ പോലും വലിയ ആർക്കും ജീവഹാനി വരുത്താതെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മരമുത്തശ്ശിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു സങ്കടം തന്നെയാണ് എന്തായാലും. സങ്കടം. എത്ര പക്ഷികൾക്ക് അതുപോലെ തന്നെ ജീവജാലങ്ങൾക്ക് പിന്നെ അനുഗ്രഹമായിട്ടുണ്ടായിട്ടുള്ള ഒരു വടവൃക്ഷമാണ്. അതുപോലെ തന്നെ എത്ര കുട്ടികൾക്ക്, എത്ര തലമുറക്ക് തണല് പകർന്നിട്ടുള്ള ഒരു വലിയ വൃക്ഷമാണ് ഇങ്ങനെ ചാഞ്ഞ് വീണിരിക്കുന്നത് എന്ന വേദന പങ്കുവെച്ചുകൊണ്ട് പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.